ഒരു കോമഡി ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. അവർക്ക് വേറൊരു മുഖമുണ്ട്. ഞങ്ങൾ തല്ലുകൂടാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ചിട്ട് പോകാറുണ്ട്. അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല. ചക്കപ്പഴത്തിലെ റാഫിയെയും മഹീന മിന്നാനെയും എല്ലാവർക്കും അറിയാലോ. ഇവരുടെ ഡിവോഴ്സിനെ പറ്റിയിട്ട് കുറച്ചു നാളായിട്ട് കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നിനും ഒരു വ്യക്തത ഇല്ലായിരുന്നു. കുറെ കമന്റ്സുകളായിരുന്നു, പ്രത്യേകിച്ച് ഇവരിടുന്ന വീഡിയോയുടെ അടിയിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയോ, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നില്ലല്ലോ, അത്തരത്തിലുള്ള കമന്റ്സുകളൊക്കെ ആയിരുന്നു വന്നത്. ഇതിനൊക്കെയുള്ള റിപ്ലൈ ആയിട്ട് മഹീനയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പഠിച്ചു വെച്ചിരിക്കുന്നത് അത് അവരെ അത് ചെയ്യുള്ളൂ. സോ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത്, ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അവൾ അത് അങ്ങനെ തേച്ചതാണ്, അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത്? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മുടെ ലൈഫൊക്കെ ഇട്ട് കളിക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള മറുപടികൾ നിങ്ങൾക്ക് 100% വരും. ഇതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതായത് കുറച്ചു നാളുകൾക്ക് മുന്നേ, അതായത് 5 മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിവോഴ്സ് അല്ല എന്നുള്ള രീതിയിൽ, നമ്മൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നമില്ല, നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ അനാവശ്യമായിട്ടാണ് ആൾക്കാർ കമന്റ് ഇടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ. ഇപ്പൊ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുകയാണ് നമ്മൾ സെപ്പറേറ്റഡ് ആണെന്ന്. അപ്പൊ ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്? അപ്പൊ അവർക്ക് തോന്നുന്ന പോലുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ അവർ വന്നിടും. ചിലപ്പോൾ അവർ കുറ്റപ്പെടുത്തും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെയായിരിക്കും പഴി കേൾക്കാൻ പോകുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിന്റെ അടിയിലുള്ള കമന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. എന്നാലും നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് വരാം. അപ്പൊ എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്, തേയ്ക്കുക എന്ന് പറയുന്നത് ചതിക്കുക എന്ന് തന്നെയാണല്ലോ അല്ലേ? അങ്ങനെ വിചാരിക്കരുത്. അത് ആൺകുട്ടികൾക്കും പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും 100% നല്ലവരല്ല. നമുക്കത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതായത് ഈ പുള്ളിക്കാരി പുറകെ കൂടെ എന്താണൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരി പറയുന്നത് നമ്മളെ റിയൽ ലൈഫിനകത്ത് അല്ല, അതായത് പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കോമഡിയും കാര്യങ്ങളൊക്കെ കാണിച്ചു നടക്കുന്നവര് റിയൽ ലൈഫിൽ അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ കേട്ടു നോക്കിക്കാന്ന്. അതെന്തുദ്ദേശിച്ചിട്ടാണ്, ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് ഇവരുടെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇവരെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലാണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ചർച്ചയാകത്തല്ലേ ഉള്ളൂ. നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു കണ്ടന്റ് മാത്രമാണ്. നിങ്ങളെ വിഷമങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അത് കാണേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള പറയാത്ത പല കാര്യങ്ങളും പുറകെ കൂടെ പറയുന്നില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യാതൊരുവിധ ആവശ്യവും ഇവിടെ വരുന്നില്ല. ബാക്കി കൂടെ കേട്ടു നോക്കിക്കേ. അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ബിഹൈൻഡ് സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. അതായത് പുള്ളിക്കാരത്തിയെ മാത്രം കുറ്റം പറയണ്ട. അതായത് പുള്ളിക്കാരത്തിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും പ്രോബ്ലം ഉണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ പലരുടെയും ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പല സെലിബ്രിറ്റികളുടെയും ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വൻ തോൽവിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് പുറമെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മളോർക്കും ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ അവരുടെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. അതായത് നമ്മൾ കുറച്ചാൾക്ക് മുന്നേ വീണ നായർ എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ തന്നെ വീണ നായരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് ഡിവോഴ്സ് ആകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആയിരുന്നു എന്നായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അല്ലായിരുന്നു എന്ന് ഒരു ഇന്റർവ്യൂക്കകത്ത് വീണ നായർ തന്നെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്.
ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇത് ജീവിതകാലം മുഴുവൻ എവിടുന്നെങ്കിലൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇവരുടെ വീഡിയോക്ക് താഴെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കമന്റ്സുകളുണ്ട്, അതൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു. റാഫിയുടെ കയ്യിൽ ക്യാഷ് കുറവായിരിക്കും അല്ലേ, എന്തായാലും അവൻ കാരണം നാലാൾ അറിഞ്ഞു, എന്നിട്ട് ലാസ്റ്റ് അവനെ തന്നെ തിരിച്ചു കൊത്തി. ഇത്തരത്തിലുള്ള കമന്റ്സുകളാണ് പുള്ളിക്കാരത്തിന്റെ വീഡിയോ ഒക്കെ താഴ്ത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി കൂടെ കണ്ടിട്ട് വരാം. പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക, പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരിക, പലരും വെറുതെ ഇരുന്ന് വായിട്ടലയ്ക്കുക, അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത്. അറിയാത്തൊരു കാര്യം എന്തിനു പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ആ കാര്യം പറയാമല്ലോ എന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അത് പല ആൾക്കാരും പലതാണ്. ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട്, വഴക്ക് കാണിക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, എങ്കിൽ കാണിക്കാതിരുന്നാൽ പോരെ. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ, അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല. സോ എൻ്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു. അത് കാണിക്കുന്നതിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെന്നെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരിലേക്കും എത്തിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോ ഇതൊക്കെ പറയുന്നത് ഇവരല്ലേ, പിന്നെ ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്താണ്ടിരിക്കും. 5 മാസങ്ങൾക്ക് മുന്നേ ഇവരിട്ടൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കിക്കുക. ഞങ്ങൾ തല്ലുകൂടാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ചിട്ട് പോകാറുണ്ട്. ഞാൻ റാഫിക്കയെ ബ്ലോക്ക് ചെയ്യും, റാഫിക്ക എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെ നടക്കാറുണ്ട്. അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല. ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിവോഴ്സായി. ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ക്ലിയർ ആയിട്ട് എനിക്ക് ഓരോരുത്തർക്കും ഇരുന്ന് വോയിസ് അയക്കുന്നതിനെക്കാട്ടിയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനും റാഫിക്കയും എവിടെയും പോയിട്ടുമില്ല, റാഫിക്കയും ഞാനും പിരിഞ്ഞിട്ടുമില്ല, പിന്നെ ഡിവോഴ്സും ആയിട്ടില്ല, ബ്രേക്കപ്പും ആയിട്ടില്ല, ഒന്നും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വഴക്കിടുക എന്നുള്ളത് മാത്രമാണ്. വഴക്കിടുക എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഇതിൽ വഴക്ക് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരുടെ ലൈഫിലും അല്ലെങ്കിൽ എല്ലാവരുടെ റിലേഷനിലും എല്ലാവരുടെ കാര്യത്തിലും നടക്കുന്നൊരു കാര്യമാണ് വഴക്ക് കിടക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. വഴക്കുണ്ടെങ്കിലേ ജീവിതം ധന്യമാകൂ, അങ്ങനെയല്ല. 5 മാസങ്ങൾക്ക് മുന്നേ ഇവരിട്ടൊരു വീഡിയോ ആണിത്. വല്ല കാര്യമുണ്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിനകത്ത് ഇവര് 5 മാസങ്ങൾക്ക് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പ്രൈവറ്റ് ആക്കി ഇട്ടേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരിന്ന് കുറ്റം പറയും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നുമല്ല, ഇവർ ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ആ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ആ ഒന്ന് കണ്ടു നോക്കിക്കേ. അല്ലാണ്ട് ഞാനിവിടെ വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കരുത്. ഒരു കോമഡി ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. അവർക്ക് വേറൊരു മുഖമുണ്ട്. കേട്ടല്ലോ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും റാഫിയുടെ ഭാഗത്ത് എന്തോ ഗുരുതരമായിട്ടുള്ള തെറ്റുണ്ടെന്നല്ലേ ആൾക്കാരെല്ലാവരും വിചാരിക്കത്തുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാരെന്ത് ചെയ്യും? ഇനി റാഫിനെ പോയി തെരുവിളി. ഇനി റാഫി എന്ത് ചെയ്യും? റാഫിയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലത്. എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതിനകത്തൊക്കെ നമ്മൾ എന്ത് മറുപടിയാ പറയേണ്ടത്? ബാക്കി കൂടെ കേട്ടു നോക്കാം. അവർക്ക് വേറൊരു ലൈഫുണ്ട്. വേറൊരു ഇപ്പോൾ ഒരു നാണയത്തിന് 2 തലങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ 2 തലങ്ങളുണ്ട് ഈ ഒരു ലൈഫിനും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക. അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി, ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും വരുമെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പറയുന്നത്. ഞാൻ പറയില്ലായിരുന്നു, പക്ഷേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, ആ ചോദ്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തു. കേട്ടല്ലോ,
ഇതേപോലെയുള്ള ചോദ്യങ്ങളും വരും, ഇനി ഇതേപോലെയുള്ള ആൻസറുകളും വരും. ഇനി അതൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഈ ഒരു സംസാരം കേട്ടിട്ട് എനിക്ക് ഇതിനകത്തോട്ട് വലിയ യോജിപ്പൊന്നും തോന്നുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് മഹീന തന്നെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ കുറെ കാര്യങ്ങൾ. ചോറ് എന്നത് ആർക്കാണെങ്കിലും മനസ്സിലാവും ഈ മഹീന ആരെ കുറിച്ചിട്ടാണ്, ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. മനസ്സിലായില്ലേ? ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാറത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. നമുക്കൊരു കണ്ടന്റ് ആണ്, പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യേണ്ടത് എന്തുവാ, ഇങ്ങനെയുള്ള ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് വന്ന് പറയാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് നിങ്ങളെ തന്നെ വെച്ചോ. ഇതൊക്കെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഓരോരുത്തർ കമന്റ് അടിക്കും. ഇപ്പൊ മഹീന റാഫിനെ കുറിച്ച് പറയുന്നത് റാഫിനെ പോയി തെറി പറയും, റാഫി എക്സ്പ്ലനേഷനായിട്ടൊരു മഹീനെ തെറി പറയും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് പലരുടെ ലൈഫിലും സംഭവിച്ചിട്ടുള്ളത്. അപ്പം മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്ന് ഇടാണ്ടിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.